ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രാഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അഗ്നികയിലാണ്. അഗ്നികാസ് എപ്പിസോഡ് നമ്പർ 2 ആണ് ഗൈസ്. അപ്പം എൻ്റെ തല ഉണ്ടോ ഗൈസ്, വലുതല്ലേ. പക്ഷെ എന്താ ചെയ്യുക, അതെനിക്ക് സ്റ്റീവ് എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പം ചെറുതായില്ലേ, വലുത് ചെറുത് ഇതിലവിടെ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അഗ്നികയിലാണ് ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പ് പണിയണം. കുറേ ആയി എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറയുന്നു ഷോപ്പിംഗ് എല്ലാം നാളെ ഷോപ്പ് വരും, ഇന്ന് ഷോപ്പ് വരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊന്നും വരുന്നത് കാണാനില്ല ഗൈസ്. അപ്പം നമുക്കൊരു ഷോപ്പ് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഫ്രണ്ട്സ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ബേസിലാണ്. നമ്മുടെ നായക്കുട്ടിക്ക് പേരും കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു, ക്ഷത്രിയൻ എന്നൊക്കെ. അത് നമുക്ക് ഇടാം ഗൈസ്. അത് വന്നിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഫുഡ് എടുക്കാം. ഫുഡ് ഉണ്ട് കയ്യിൽ. ഞാൻ ഇൻവെൻറ്ററി ക്ലിയർ ചെയ്യട്ടെ. നമുക്കിനിപ്പോൾ സ്പോണിൽ പോകാനുള്ളതാണ്. പിന്നെ ഞാൻ ഷെയ്ഡറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് പറയണം. നമുക്ക് സ്റ്റീവ് അയച്ചു തന്നതാണ് ഗൈസ് ഈ ഷെയ്ഡർ. പുള്ളിയിലൊന്നും പറയാം, നമ്മളോട് പറയാനാണ് ഗൈസ്. എന്നെ ഷെയ്ഡർ ഒന്ന് പറ്റിച്ചു. പിന്നെ ഈ ഹെഡ് എനിക്ക് എടുത്തു തന്നത് സ്റ്റീവ് ആയിട്ട്. അവൻ്റെ കൊന്നു ഗൈസ്. അവൻ്റെ വീട് ഞാൻ കത്തിച്ചു. ഞാൻ ഫുൾ തീയിട്ട് കത്തിക്കിടച്ചിട്ടായിരുന്നു. പിന്നെ പാവല്ലേ, അല്ലേ ഞാൻ കത്തിച്ചിരുന്നു. ഇനിയിപ്പോൾ നേരെ പോയാലോ, ബസ് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്പോൺ പോർട്ടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്പോൺ പോർട്ടലിൻ്റെ അവിടെ കയറി കഴിഞ്ഞാൽ ഇത് സ്പോയിലർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്റ്റീവ് ലൈവിലും കാര്യങ്ങളും കാണിച്ചിരുന്ന സ്റ്റീവിൻ്റെ പണി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ട ഗൈസ്, സ്റ്റീവ് കില്ലാടി തന്നെ വെറുതെ എടുക്കട്ടെ ഗൈസ്. അവൻ സെറ്റപ്പായിട്ട് പരിപാടിയും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ബില്ല തകൃതിയായിട്ട് കഴിക്കുന്നുണ്ട്. ഈ ലൈറ്റ് വെച്ചാൽ ഞാൻ കേട്ടോ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഗൈസ്. ഇവിടുന്ന് ഞാൻ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. ഓക്കെ എടുത്ത. അപ്പം നമുക്കിനി ഷോപ്പ് ഇടാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. കാരണം ഷോപ്പിംഗ് അതിനുള്ള ഷോപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കണം ഗൈസ്. പക്ഷെ ഒരൊറ്റ ഷോപ്പ് തുറന്നിട്ടില്ല, ഒരൊറ്റ ഷോപ്പ് ബിൽഡിങ്ങും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഈ ഷോപ്പിംഗ് ഏരിയയിൽ ഫസ്റ്റ് വന്നത് ടയർ പ്രോയുടെയും പിന്നെ അതുപോലെ തന്നെ മിസ്റ്ററിൻ്റെ ആയിരുന്നു ഗൈസ്. അമ്മമാർ രണ്ടുപേരും ഷോപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിടാം ഗൈസ്. എങ്ങനെ ഉണ്ടാവും? എല്ലാവരും വരച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഷോപ്പ് സത്യം പറഞ്ഞാൽ ഷോപ്പിംഗ് ഏരിയൻ്റെ നിറഞ്ഞു. ഷോപ്പ് വന്നു കഴിഞ്ഞാൽ ഷോപ്പ് നിറഞ്ഞു. വീട്ടിൽ നമുക്ക് എടുക്കാം. ഇതെൻ്റെ ബെഡാണ് കേട്ടോ. സ്പൂണിലൊരൊറ്റ ബെഡില്ല ഗൈസ്. ഓരോ ബെഡും ഓരോരുത്തർ കൊണ്ടുപോവാണ്. സോ നമ്മളിപ്പം ഷോപ്പും കാര്യങ്ങളും പണിയാൻ പ്ലാൻ ഉള്ളത് നമുക്ക് സ്റ്റീവിൻ്റെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് പണിയാം ഗൈസ്. ഇപ്പം ഇതൊരു കോൺക്രീറ്റ് ഷോപ്പാവും. ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് കച്ചവടം ഇല്ലെങ്കിൽ പൊട്ടിക്കേണ്ടിയിരുന്നില്ല. ഭാവിയിൽ നമുക്ക് കച്ചവടം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റി പണിയാം ഗൈസ്. ഇതൊരു പ്രശ്നമാണ് ഗൈസ്. ഇങ്ങോട്ട് നോക്ക്, ഇത് ഞാൻ എവിടെ എൻ്റെ ഷോപ്പ് പണിയാം. എന്തേലും ആവട്ടെ, ഇനിയിപ്പോൾ അടി ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി. അങ്ങോട്ട് പണിയാം. 1 2 3 4 5. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക ഷോപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളും വലുതായിട്ടൊന്നും തീർത്തിട്ടില്ലെങ്കിലും ചെറുതായിട്ട് നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തീർത്തു. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഗൈസ് ഓരോന്ന് അടുക്കി വെച്ചേക്കുന്നത് കാണാം. ഇതിലൊക്കെ ഞാൻ കുറച്ചൊക്കെ നിറച്ചു ഗൈസ്, ഫുള്ളൊന്നും നിറച്ചിട്ടില്ല. ആദ്യം ഇത് വിറ്റ് പോകും നോക്കട്ടെ ഗൈസ്, അതല്ലെങ്കിൽ ഷോപ്പ് മാറ്റി പണിയണം. ഗൈസ് കുറേ ഉണ്ട്. ഇതിലൊന്നും നിറച്ചിട്ടില്ല. ഇത് രണ്ടും കിട്ടിയിട്ടില്ല ഗൈസ്. ഗൈസ് ഇത് സ്റ്റോണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വിൽക്കാൻ വിചാരിച്ചതൊന്നുമല്ല, നമ്മുടെ ഷോപ്പിൽ വിൽക്കത്തുമില്ല. ഇത് നമുക്കിവിടെ സ്പോണിലൊരു വലിയ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ കിട്ടുന്നുണ്ട് ഗൈസ്. ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം അതൊക്കെ ഞാൻ പെറുക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുന്നിട്ടതാണ് ഗൈസ്. 1 ഡയമണ്ട് 3 സ്റ്റാക്ക് ഗൈസ്. അപ്പോൾ മാർക്കറ്റിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം.
മേടിച്ചുകൊണ്ട് പോവാം. പിന്നെ ഏത് സ്റ്റോക്ക് ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറയണം. ഞാൻ ഇവിടെ ബുക്കും കാര്യങ്ങളും കൊടുന്ന് വെക്കാം. ബുക്ക് മറ്റേ സാധനം കൊടുന്ന് വെക്കണം ഗൈസ്. ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ ആക്സും കാര്യങ്ങളൊക്കെ പൊട്ടാനായി. പിന്നെ എനിക്ക് ഡിബ്രി കിട്ടി. ഗൈസ് സ്പൂണിൽ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് ഇനി ഞാൻ കാണിച്ചിട്ടത് ഇതാക്കണ്ടല്ലോ. ഒരു എന്താ പറയുക, അവർ വീഡിയോയിൽ കാണിക്കാൻ വെച്ചതാവുമല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഡിബ്രി കിട്ടി ഗൈസ്. ഡിബ്രി നമ്മുടെ ടെസ്ട്രോ കൊടുത്തതെന്നാണ് കേട്ടോ ഗൈസ്. ഫോണിൽ ഷോപ്പുകളുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ പണി, അതുപോലെ തന്നെ ടെസ്ട്രോയുടെ കോൺക്രീറ്റ് ഷോപ്പ് ഗൈസ്. ഞാൻ കോൺക്രീറ്റ് ഉള്ളതെന്ന് മാറ്റി ടെറാക്കോട്ട ആക്കിയിട്ടാണ്. അതാകുമ്പം ഇച്ചിരിയൊക്കെ കച്ചവടം കിട്ടിക്കോളും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം സ്പോണിലത്തെ പണി നടക്കുന്നത്. ഗൈസ് ഞാൻ സ്പോണിലൊരു മീറ്റിംഗ് ഹാള് പണിയാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ട ഗൈസ്, ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളൊരു വലിയ മീറ്റിംഗ് ഹാള് പണിയണം. അപ്പം ഞാൻ മിക്കവാറും ഞാൻ ഒറ്റക്കായിരിക്കും ഗൈസ്. കാരണം അവന് ഇനി വരാൻ സാധ്യത കുറവാണ്. കിട്ടുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് തന്നെ ചെയ്യും. അവനെ കിട്ടുകയാണെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഡിബ്രി കിട്ടി. നമ്മുടെ ടെസ്ട്രോ കൊടുന്നു വന്നതാണ് കേട്ടോ ഗൈസ്. ടെസ്ട്രോ ഉണ്ടായിരുന്നു. സോ അവൻ ഇപ്പം ഇറങ്ങിപ്പോയിട്ടുള്ളൂ. അവനെന്തോ വലിയ ഗ്രൈൻഡിങ്ങിലാണ് ഗൈസ്. കാരണം അവൻ കുറേ നേരം ഈ സെർവറിൽ ഇപ്പം ഇറങ്ങിപ്പോയിട്ടുള്ളൂ ഗൈസ്. ഇപ്പം ആരും ഇല്ല ഗൈസ്. ഇപ്പം ഞാനും അതുപോലെ തന്നെ ബണ്ണിയും മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത്രേ ഉള്ളൂ. നമുക്കിപ്പം ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പണിയൊക്കെ തീർക്കണം. പിന്നെ നമ്മുടെ വുഡ് ഷോപ്പിനുള്ള സ്ഥലമൊക്കെ ഒന്ന് കിട്ടണം ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ 3 ഡയമണ്ട് ഉണ്ടാക്കി ഗൈസ്. ഇന്ന് ഞാനും സ്റ്റീവും പാടെ സ്റ്റീമറിൻ്റെ കയ്യിൽ നിന്ന് 3 ഡയമണ്ട് മേടിച്ചു ഗൈസ്. പക്ഷെ ആ ലെതർ ഇതുവരെ വെച്ച് കൊടുത്തിട്ടില്ല. ഇനി ഒരു സ്റ്റാക്ക് കൊണ്ടുവച്ച് കൊടുക്കണം ഗൈസ്. എൻ്റെ കയ്യിലാച്ചാൽ ഇനി ഒരെണ്ണമുള്ളൂ ഗൈസ്. മിസ്റ്റർ കിഡിൻ്റെ ഷോപ്പ്, ഫുഡിൻ്റെ ഷോപ്പ് ഗൈസ്. നമുക്കെന്തായാലും ഈ സ്ഥലം ചോദിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ഏരിയ, നമുക്ക് ഒരു ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ വുഡ് ഷോപ്പ് പണിയണം. കഴിഞ്ഞ സെർവറിൽ പണിത പോലെ ലാസ്റ്റ് ഹെൻഡിലൊക്കെ നമ്മൾ പണിതില്ലേ, അതുപോലൊരു ഷോപ്പ് നമുക്കിവിടെ പണിയണം. അതിനുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പം ഇതന്നുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവരോടും ബൈ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്.